കർണാടകയിൽ ഇസ്രായേലി വനിതയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് ഹിന്ദുത്വവാദികൾ. കർണാടകയിലെ ഗംഗാവതിയിൽ സനാപൂർ തടാകത്തിനു സമീപത്താണ് 27-കാരിയായ ഇസ്രായേൽ ടൂറിസ്റ്റും ഹോം സ്റ്റേ ഉടമയും ഉൾപ്പെടെ 2 സ്ത്രീകളെ ചിലർ ക്രൂരമായി ആക്രമിച്ച് കൂട്ടബലാത്സംഗം ചെയ്തത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹിന്ദുത്വവാദികൾ അപകടകരമായ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചു. തീവ്ര ഹിന്ദുത്വവാദികൾ ഇസ്രായേൽ യുവതീ ബലാത്സംഗത്തിനെതിരെ പ്രത്യേകം എടുത്തു കാണിക്കുകയും കുറ്റകൃത്യത്തെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനോടുള്ള പ്രതികാരമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് അവർ ആരോപിച്ചു. തങ്ങളുടെ തെറ്റായ അവകാശങ്ങൾ സാധൂകരിക്കാനായി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്രായേലുകളോട് വെറുപ്പാണെന്നും ആരോപിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളാണ് ഇസ്രായേൽ പൗരന്മാരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നും അവർ വാദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ ടാഗ് ചെയ്ത് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അക്കൗണ്ടുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം ഇതേ അടിക്കുറിപ്പുകളോടെയാണ് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്.